അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വഖഫ് അങ്ങുമിങ്ങും എല്ലാ സ്റ്റേജുകളിലും ഇന്ന് സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വഖഫ്? പല രാഷ്ട്രീയക്കാരും സാംസ്കാരിക പ്രവർത്തകരും പല ആളുകൾ പ്രഭാഷണങ്ങളിലൂടെയും ക്ലാസ്സുകളിലൂടെയും ഒക്കെ വഖഫിനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രസംഗങ്ങളും വഖഫിനെ പറ്റി കേൾക്കുമ്പോൾ അഞ്ജനമെന്ന് ഞാനറിയാം മഞ്ഞൾ പോലെ വെളുത്തിട്ട് എന്ന പഴമൊഴിയോട് അനുരൂപപ്പെട്ടുകൊണ്ടുള്ള വാക്കസൃത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അവസരത്തിൽ വഖഫിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ഇൻട്രഡക്ഷൻ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കാർത്ഥം നിർത്തൽ ചെയ്യുക, അവസാനിപ്പിക്കുക, നിശ്ചലമാക്കുക, തടങ്കലിൽ വയ്ക്കുക എന്നൊക്കെയാണ് അതിൻ്റെ വാക്കാർത്ഥം. അഥവാ ഒരു സ്വത്ത് ഒരു മനുഷ്യൻ വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് പിന്നെ തിരിച്ചെടുക്കാനോ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാനോ സമ്മാനമായി കൊടുക്കാനോ വേറെന്തെങ്കിലും വകഭേദങ്ങളിലേക്ക് മാറ്റാനോ പാടില്ല എന്നും ആ വഖഫ് സ്വത്ത് അള്ളാഹുവിൻ്റെ സ്വത്തായിട്ട് അത് അന്ത്യനാൾ വരെ നിലനിൽക്കുമെന്നും മാത്രവുമല്ല ഈ വാക്കിഫ് അഥവാ വഖഫ് ചെയ്ത വ്യക്തി ഏതാൾക്ക് വേണ്ടി ആർക്ക് വേണ്ടിയാണോ ഇത് വഖഫ് ചെയ്തെങ്കിൽ അയാൾക്ക് മാത്രം ഖിയാമത്ത് നാൾ വരെ അന്ത്യനാൾ വരെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മാത്രമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മദ്രസകൾ പോലുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, പള്ളി പോലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ, അതുപോലുള്ള സ്ഥാപനങ്ങളിലേക്കും അല്ലെങ്കിൽ വ്യക്തികളിലേക്കും ഒക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ ഈ അള്ളാഹു നൽകിയ സമ്പത്ത് മറ്റൊരുത്തിന് ദീനി ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സത്യവിശ്വാസികൾ നൽകുന്ന വളരെ പവിത്രമായ സ്വത്താണ് വഖഫ് എന്നത്. ആ വഖഫ് രേഖാമൂലമോ അല്ലെങ്കിൽ വാക്കാലോ ഒരാൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ സ്വത്ത് മാത്രമായി അത് പിന്നെ മറ്റൊരു രൂപത്തിൽ രൂപാന്തരപ്പെടുത്താൻ ഒരിക്കലും അതിനെ സാധിക്കുകയില്ല. വഖഫാവണമെങ്കിൽ അതിന് 4 കണ്ടീഷൻസുകളാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നത്. ഒന്ന്, വാക്കിഫ് ഉണ്ടാവും. അദ്ദേഹം തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വഖഫ് ചെയ്യുന്ന തൻ്റെ മുതൽ വഖഫ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം പറയുന്നത് മൗഖൂഫ് അലൈഹി ഉണ്ടാവണം. ആരുടെ പേരിലാണോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ഇത് വഖഫ് ചെയ്യപ്പെടുന്നതെങ്കിൽ, ഈ വസ്തു കൊടുക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ പല വ്യക്തികളോ അല്ലെങ്കിൽ ഒരു കേന്ദ്രമോ ഉണ്ടായിരിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം പറയുന്നത് മൗഖൂഫ് എന്ന് പറയുന്ന വസ്തു ഉണ്ടാവണം. അഥവാ വഖഫ് ചെയ്യപ്പെടുന്ന വസ്തു, സാധനം, പണം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താണെങ്കിൽ അതുണ്ടായിരിക്കും. നാലാമത്തെ കാര്യമാണ് അതിന് ആവശ്യമായ സീഗ അഥവാ ഈ വഖഫ് നടപ്പിൽ വരാൻ വേണ്ടിയിട്ട് ആവശ്യമായ വാക്കുകളോ രേഖകളോ കൃത്യമായിട്ട് പറയേണ്ടത്. മദ്രസ, പള്ളി ദർസുകൾ, ദഅവ കോളേജുകൾ, അതുപോലെയുള്ള മത ഭൗതിക വിജ്ഞാന കേന്ദ്രങ്ങൾ അതിനൊക്കെ വഖഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇന്ന് നാം സാധാരണയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഇതാവുന്നതോടൊപ്പം തന്നെ പള്ളികൾ, അതുപോലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള അശരണർക്ക്, അനാഥകൾക്ക്, അതുപോലെ വിധവകൾക്ക് ഒക്കെ സഹായം കിട്ടുന്ന രൂപത്തിൽ ഈ വാക്കിഫ് അല്ലെങ്കിൽ വഖഫ് ചെയ്ത ആൾ എന്തുദ്ദേശം ലക്ഷ്യം വെക്കുന്നുവോ ആ ലക്ഷ്യത്തിന് മാത്രമായി അത് ഉപയോഗിക്കാൻ മാത്രമേ പാടൂ. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ശിരസാവഹിച്ചുകൊണ്ട് അള്ളാഹു തനിക്ക് നൽകിയ സമ്പത്തിൻ്റെ ഒരു വിഹിതം പാവങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലക്ഷ്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഖുർആനും ഹദീസുമൊക്കെ വഖഫിന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. വഖഫ് ചെയ്യാൻ നിർദ്ദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒട്ടനവധി കാണാൻ കഴിയും. എന്നാൽ മുസ്ലിമീങ്ങൾ എവിടെയൊക്കെയുണ്ടോ, ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും എല്ലായിടത്തും മുസ്ലിങ്ങൾ ഉള്ളിടത്തൊക്കെ ഈ വഖഫ് സമ്പ്രദായം അല്ലെങ്കിൽ വഖഫ് ചെയ്യുക സൽക്കർമ്മങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മറ്റവരെ സഹായിക്കാനും അല്ലാഹു തആല നൽകിയ സമ്പത്ത് മറ്റുള്ളവർക്ക് ചെലവഴിക്കാനും ഒക്കെ ആയിട്ട് ഈ വഖഫ് സമ്പ്രദായം ലോകത്തെല്ലായിടത്തും ഉണ്ട്. അതേ ഇന്ത്യയിലുമുണ്ട്. ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തായിട്ട് 2 പ്രാവശ്യം വഖഫ് അമെൻഡ്മെൻറ്റുകൾ നടക്കുകയുണ്ടായി. ഒന്ന് 1995-ലും രണ്ടാമത് 2013-ലുമാണ്
ഈ അമെൻഡ്മെൻറ്റുകൾ നടന്നതെങ്കിൽ ഇപ്പോൾ 2024 പുതിയ അമെൻഡ്മെൻറ്റിനുള്ള ബില്ലുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഉടനീളം എല്ലാ സ്റ്റേറ്റിലുമായിട്ട് 32 വഖഫ് ബോർഡുകളാണ് നിലവിലുള്ളത്. സെൻട്രൽ വഖഫ് കൗൺസിൽ എന്ന പേരിലാണ് കേന്ദ്രത്തിൽ നിലകൊള്ളുന്നത്. ഈ രൂപത്തിൽ എല്ലായിടത്തും വളരെ സുശക്തമായ രൂപത്തിൽ അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കലായ രൂപത്തിൽ ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പല പാകപ്പിഴവുകളും അതിൻ്റെ പിന്നിലുണ്ട്. ഇതിൻ്റെ ഒരു കണക്ക് നമുക്ക് ഏകദേശം ഇങ്ങനെയാണ് വായിക്കുന്നത്. 8.7 ലക്ഷം പ്രോപ്പർട്ടീസുകളാണത്രേ മൊത്തത്തിൽ ഇന്ത്യ രാജ്യത്ത് പല വകുപ്പുകളിലും പല വിധത്തിലുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 9.4 ഏക്കർ ലക്ഷം സ്ഥലങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് സ്ഥലങ്ങളായിട്ട് മാത്രം വഖഫിനുള്ളത്. ആകെ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂട്ടുകയാണെങ്കിൽ 1.2 ലക്ഷം കോടി രൂപയുള്ള വാല്യൂസുകളാണ് ഈ മൊത്തത്തിലുള്ള പ്രോപ്പർട്ടികൾക്ക് കണക്കാക്കുന്നത്. എന്നാൽ ഇത് ഒരിക്കലും തന്നെ ചെറിയൊരു സമ്പത്തല്ല. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പത്താണ് റെയിൽവേക്കും അതുപോലെ ആർമിക്കുമുള്ളതെങ്കിൽ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും ആർമിയും റെയിൽവേയും കഴിഞ്ഞാൽ 3-ാം സ്ഥാനം മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്തിന് തന്നെയാണ്. ഇന്ത്യൻ മക്കൾ മുസ്ലിമീങ്ങൾ നൽകിയിട്ടുള്ള ഈ വഖഫിൻ്റെ പ്രോപ്പർട്ടികൾ, ഈ വൻ സമ്പത്ത് മുസ്ലിമീങ്ങൾ വഖഫ് നൽകുമ്പോൾ അവർക്ക് അചഞ്ചലമായ ഒരു വിശ്വാസമുണ്ട്. നാളെ പരലോകത്ത് ചെന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണഫലം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരെല്ലാം ഇത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോടും കേരള ഗവൺമെൻറ്റിനോടുമൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ സമ്പത്തൊക്കെ യഥാവിധി ഒരു വഖഫ് ചെയ്തതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായിട്ട് തന്നെ നിറവേറ്റാൻ നാം പ്രതിജ്ഞാബദ്ധരാവണം എന്ന് മാത്രമാണ്. ഈ വഖഫിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് 2024 വഖഫ് അമെൻഡ്മെൻറ്റ് ബിൽ അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ ആ ഉദ്ദേശശുദ്ധി കൃത്യമായി നടക്കട്ടെ, നിറവേറട്ടെ എന്നുള്ള ആശംസകളോടെ വാക്കുകൾക്ക് വിരാമിടുന്നു. അസ്സലാമു അലൈക്കും.